പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മനോഭാവം നല്ലതായിരിക്കണം. ദൈവവചനത്തിൽ നമ്മൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മനോഭാവം നല്ലതായിരുന്നവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അവരുടെ കയ്യിൽ സമ്പത്തുണ്ടായിരിക്കത്തില്ല, ആരോഗ്യം കാണത്തില്ല, പക്ഷെ അവരുടെ കയ്യിൽ മറ്റ് നോക്കുമ്പോൾ മാനുഷികമായി ഒന്നും അവരുടെ കയ്യിൽ കാണത്തില്ല, പക്ഷെ അവരുടെ മനോഭാവം നല്ലതായിരുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകാനായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണമാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ദരിദ്രയായ ഒരു വിധവയായ ഒരു സ്ത്രീ, അനേക സമ്പന്നന്മാർ അവർ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് അവർക്കുള്ളതിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് പൈസ ഇടുമ്പോൾ ദരിദ്രയായ ഒരു സ്ത്രീ, വിധവയാണ്, ആ സ്ത്രീ തനിക്കുണ്ടായിരുന്ന 2 നാണയങ്ങൾ മാത്രം കൊണ്ടിട്ടു. അതിനെ യേശു അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത് അവൾ ചെയ്തത് വലിയ കാര്യം അവൾ ചെയ്തതെന്ന് പറയുന്നുണ്ട്. കാരണം ബാക്കി എല്ലാവരും ഹൃദയത്തിൽ നിന്നല്ല ചെയ്തത്, പക്ഷെ ഇവൾ ചെയ്തത് ഇവളുടെ പൂർണ്ണ മനസ്സോടുകൂടി അവൾക്കുണ്ടായിരുന്നതിൻ്റെ ഏറ്റവും നല്ലതിനെ അവൾ കൊടുത്തു. അതുകൊണ്ട് ഞാൻ പറയാം, ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടി നമ്മൾ എന്ത് ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്നോ അതൊരു ചെറിയ പ്രവൃത്തിയായിരിക്കും, അതിനെ വരെ ദൈവസന്നിധിയിൽ വലുതായി ദൈവം കണക്കാക്കുന്നു. അതുകൊണ്ട് ചെറിയൊരു പ്രവൃത്തിയാണെങ്കിലും, അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം മനസ്സോടുകൂടി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ദൈവത്തിൽ നിന്ന് വരുന്നു. നിങ്ങൾ ഈ ചെയ്യുന്ന ചെറിയ പ്രവൃത്തിക്ക് ദൈവം വലിയ മാന്യത ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു.